സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ ദീപഗിരി സെന്റ് തോമസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളിലെ 6-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? സ്വവർഗ ലൈംഗികത എന്ന തെറ്റിനെ നാം എപ്രകാരമാണ് നോക്കിക്കാണേണ്ടത്? അത് വ്യഭിചാരം പോലെ തന്നെ വലിയൊരു തിന്മയാണോ? ഈ സ്വവർഗ ലൈംഗികത വ്യഭിചാരം പോലെ ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നതാണ് എൻ്റെ ഉത്തരം. അതായത് ഈ സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ലൈംഗിക ആഭിമുഖ്യമാണ്. ഒരാൺകുട്ടിക്ക് വേറൊരു ആൺകുട്ടിയോട് തോന്നുന്ന ലൈംഗിക താല്പര്യം, ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ലൈംഗിക താല്പര്യം, അതിനെയാണല്ലോ നമ്മൾ സ്വവർഗ ലൈംഗികത എന്ന് വിളിക്കുന്നത്. ഇപ്രകാരം ഒരു താല്പര്യം തോന്നുമ്പോൾ അത് മനുഷ്യൻ അവൻ്റെ വളർച്ചയുടെ സാഹചര്യങ്ങളിൽ തോന്നാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ചിലപ്പോൾ താൽക്കാലികമായി തോന്നുന്നൊരു കാര്യമാകാം. അത് ശീലം കൊണ്ട് ആവർത്തിക്കപ്പെട്ട് സംഭവിക്കുന്നതിലൂടെ അത് സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുന്നതാകാം. അഥവാ ആ വ്യക്തി മനഃശാസ്ത്രപരമായി അങ്ങനെ ഒരു ആഭിമുഖ്യം സ്ഥിരമായി പുലർത്തുന്ന വ്യക്തിയാകാം. അങ്ങനെ ഈ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യങ്ങളെ നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം. ഇത്തരം ആഭിമുഖ്യങ്ങൾ അതിൽ തന്നെ പാപമല്ല, അല്ലേ? അതിൽ തന്നെ ഒരു പാപമല്ല. മറിച്ച് അത്തരം ആഭിമുഖ്യങ്ങളെ ലൈംഗിക പ്രവൃത്തികളാക്കി മാറ്റുമ്പോൾ അത് പാപമായി തീരും. അതുകൊണ്ട് സ്വവർഗ ലൈംഗിക ആഭിമുഖ്യം പാപമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യത്തിൻ്റെ പേരിൽ സ്വവർഗ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് അത്തരം തെറ്റുകളെ ഗൗരവമായിട്ടെടുക്കുകയും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിശ്രമങ്ങൾ ഈ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ ലൈംഗിക മേഖലയിലെ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ വ്യഭിചാരം എന്ന കുറ്റം ചെയ്താൽ അത് തെറ്റാണ്. ഒരു ഭർത്താവിന് തൻ്റെ ജീവിത പങ്കാളിയോടല്ലാതെ മറ്റൊരു സ്ത്രീയോട് ആഭിമുഖ്യം തോന്നാം. ആഭിമുഖ്യം തോന്നി എന്നുള്ളത് മഹാപാപമല്ല. പക്ഷേ ആഭിമുഖ്യത്തെ അയാൾ ലൈംഗിക പ്രവൃത്തിയാക്കി മാറ്റിയാൽ അതെന്തായിത്തീരും? തെറ്റായിത്തീരും. എന്നതുപോലെ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യം അതിൽ തെറ്റല്ല. പക്ഷേ അതിനെ ഒരു ലൈംഗിക പ്രവൃത്തിയാക്കി മാറ്റിയാൽ അത് തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടണം എന്ന് നമ്മൾ തിരിച്ചറിയും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ലിസ് ടീച്ചറാണ്. പിതാവേ, ശുദ്ധത എന്ന സുഹൃതം വ്യക്തിയുടെ സമഗ്രതയെയും പൂർണ്ണതയെയും ഉൾക്കൊള്ളുന്നുവെന്ന് മതബോധന ഗ്രന്ഥം 2349 കണിയിൽ പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യെസ്, ശുദ്ധത എന്ന പുണ്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. അതായത് ലൈംഗികത എന്നത് ഒരു ശാരീരിക പ്രതിഭാസമാണ്. അപ്പോൾ ശരീരത്തെ അത് ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരീരം കൊണ്ടാണ് ലൈംഗികത അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് ശാരീരിക തലമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനൊരു മാനസിക തലമുണ്ട്, ഇല്ലേ? ലൈംഗികത എന്ന് പറയുന്നത് ആരെങ്കിലും ഒക്കെ ആയിട്ട് നടത്തുന്നൊരു പ്രവൃത്തിയല്ല. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും തന്നേക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യം വരികയും ചെയ്യുമ്പോഴാണ് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ദമ്പതികളാണെങ്കിൽ പോലും അതിന് തയ്യാറാകുന്നത് എന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച
നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും കുടുംബജീവിതക്കാരാണ്. നിങ്ങൾക്കറിയാം അതിനൊരു മാനസിക തലമുണ്ട് എന്നുള്ളത് സത്യമാണ്. ജീവിത പങ്കാളിയോടൊത്താണെങ്കിൽ പോലും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാതിരിക്കുന്ന അവസ്ഥയിൽ ദാമ്പത്യ ബന്ധം ഒരു ദുഷ്കരമായ അനുഭവമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിനൊരു മാനസിക തലമുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് സംശയം കൂടാതെ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആത്മീയ തലങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഇതിനു മുമ്പ് തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതായത് ആത്മീയത, ഇത് ദൈവീക ദാനമാണ്. ലൈംഗികത ഇതിൻ്റെ ലക്ഷ്യം ദൈവം തന്നെ നിശ്ചയിച്ചതാണ്. ആ രീതിയിൽ ഇതിൻ്റെ ആത്മീയ മാനത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. നമുക്കറിയാം ഈ ലൈംഗികതയുടെ തലങ്ങൾ ശരിയായ രീതിയിലല്ല എങ്കിൽ കുടുംബജീവിതം അസാധ്യമായി തീരും, അല്ലേ? അതിനൊരു സാമൂഹിക മാനം അപ്പോൾ അതിന് കൈവരുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിന് വെളിയിൽ, വിവാഹത്തിന് വെളിയിൽ ലൈംഗികതയെ മനുഷ്യൻ ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും, അല്ലേ? അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വഴിയെ ഇറങ്ങി നടക്കാൻ മേലാത്ത അനുഭവങ്ങളുണ്ടാകും. നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടനവധി സാമൂഹിക പ്രതിസന്ധികൾക്കും കാരണം ലൈംഗികതയെ അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിൽ മനസ്സിലാക്കുന്നതിൽ സമൂഹം പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിതാവെ, ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹ വിവാഹിതനായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആദിമസഭയിലെ പുരോഹിതരും വിവാഹിതരായിരുന്നു. അപ്പോൾ ദൈവവിളി സ്വീകരിച്ചവർ വിവാഹിതരാകുന്നതിൽ തെറ്റുണ്ടോ? അതോടൊപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ ആമസോൺ സിനഡിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പൗരോഹിത്യ ബ്രഹ്മചര്യം അനിവാര്യമാണോ? യെസ്, ക്ലിൻറ്റിന് വളരെ കഠിനമായ സംശയങ്ങളാണ് പല മേഖലയിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഒന്നാമത് ചോദിച്ചത് ഈ സ്ത്രീയന്മാരൊക്കെ കല്യാണം കഴിച്ചവരായിരുന്നല്ലോ. ശരിയാണ്, പത്രോസിന് അമ്മായിമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് സംശയമാണ് എന്നാണ് പലരും പറയും. അമ്മായിമ്മ ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഊഹിക്കാം, അല്ലേ? പനി പിടിച്ച ഭാര്യ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു എന്ന് പറയണമെങ്കിൽ ഭാര്യ മരിച്ചു പോയായിരുന്നു എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പത്രോസിന് ഭാര്യ ഉണ്ടായിരുന്നു. മറ്റ് അപ്പസ്തോലന്മാരും യഹൂദ ആചാരപ്രകാരം 18 വയസ്സാകുമ്പം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ന്യായവും യുക്തവും. പൗരോഹിത്യവും ബ്രഹ്മചര്യവും രണ്ടും രണ്ട് കാര്യം. എല്ലാ വൈദികരും ബ്രഹ്മചാരികളായിരിക്കണം എന്ന് നിയമമൊന്നുമില്ല. നമുക്കറിയാം കത്തോലിക്ക സഭയിൽ തന്നെ പൗരസ്ത്യ സഭകളിൽ വലിയൊരു വിഭാഗം വിവാഹിതരായ വൈദികരാണുള്ളത്. പൗരസ്ത്യ സഭകളിലെ ഏറ്റവും വലിയ സഭയായ ഉക്രേനിയൻ സഭയിൽ വൈദികർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. പൗരസ്ത്യ സഭകളിൽ സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഒഴികെ മിക്കവാറും എല്ലാ സഭകളിലും വിവാഹിതരായ വൈദികരാണുള്ളത്. അതുകൊണ്ട് കത്തോലിക്ക സഭ പൗരോഹിത്യത്തെയും ബ്രഹ്മചര്യത്തെയും അഭേദ്യമാംവിധം കരുതുന്നു എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതായത് പൗരോഹിത്യ ബ്രഹ്മചര്യം പാശ്ചാത്യ സഭയിൽ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിന് മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്തതാണ് ആമസോണിയ സിനഡിൽ സംഭവിച്ചത്. ആ ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ 98% കത്തോലിക്കരാണ്. അപ്പോൾ ഒരുപാട് കത്തോലിക്കരുണ്ട്. അവർക്ക് മുഴുവനും ശുശ്രൂഷ ചെയ്യാൻ തക്ക വൈദികരില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അവിടെ നിന്നുള്ള മെത്രാന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് ചില വൈദികരുടെ ക്ഷാമം കൊണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ 6 മാസത്തിലൊരിക്കലൊക്കെ ഞായറാഴ്ച കുർബാന ചൊല്ലാൻ സാധിക്കുന്നുള്ളൂ. അത്രയും കാലം മനുഷ്യർ കുർബാന ഇല്ലാതെ ജീവിക്കുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു കാരണം പൗരോഹിത്യ ബ്രഹ്മചര്യം നിർബന്ധമായതുകൊണ്ട് പലരും ഇതിന് പോകുന്നില്ല. പകരം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയ ശേഷം, മക്കളൊക്കെ പ്രായപൂർത്തിയായ ശേഷം ജീവിത പങ്കാളിക്കും കൂടി സമ്മതമാണ് എങ്കിൽ
ഒരു ഭർത്താവിന് പൗരോഹിത്യം കൊടുക്കാവോ, വേണ്ടത്ര പരിശീലനം നൽകിയ ശേഷം പൗരോഹിത്യം കൊടുത്ത് ഈ ഒരു അജപാലന പ്രതിസന്ധി പരിഹരിക്കാമോ എന്ന് ചിന്തിക്കണം എന്നതാണ് ആമസോണിയ സിനഡിൽ ചർച്ച ചെയ്ത വിഷയം. അത് ഒരു അജപാലന പ്രശ്നമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുപോലെ വൈദികരുടെ വിവാഹം അവിടെ ചർച്ചാ വിഷയമാക്കി എന്നുള്ളത്, വൈദികർ വിവാഹം കഴിക്കാവോ എന്നുള്ളത് ആമസോണിയ സിനഡിൻ്റെ ചർച്ചാ വിഷയമേ ആയിരുന്നില്ല. മറിച്ച് ചർച്ചാ വിഷയമായ കാര്യം ഒന്നേ ഉള്ളൂ: വിവാഹിതരായവരും കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമായ വ്യക്തികൾക്ക്, ഒരു 10-60 വയസ്സ് കഴിഞ്ഞ അത്തരം വ്യക്തികൾക്ക് ജീവിത പങ്കാളിക്കും കൂടി സമ്മതമാണെങ്കിൽ, ജീവിത പങ്കാളി മരിച്ചതാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്നെ സഭയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം ജീവിത പങ്കാളി ജീവിച്ചിരിക്കവേ തന്നെ അത്തരം വ്യക്തികൾക്ക് പൗരോഹിത്യത്തിൽ പ്രവേശിക്കാമോ, ഇതാണ് അവിടെ ചർച്ച ചെയ്ത വിഷയം. ഇവിടുത്തെ സഭാവിരുദ്ധ മാധ്യമങ്ങൾ വിളമ്പിയതുപോലെ അച്ഛന്മാർക്ക് പെണ്ണ് കെട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് അത്തരം വിഷയങ്ങൾ ഇവിടെ പരത്തുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇനി കഴിഞ്ഞ ആദിലീമിന സന്ദർശനത്തിന് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായെ കണ്ടപ്പോൾ ഈ ചോദ്യം ഞങ്ങൾ നേരിട്ട് മാർപ്പാപ്പായോട് ചോദിച്ചു. കാരണം അത് ഈ സിനഡ് നടക്കുന്ന സമയമാണ്. പിതാവ്, ഈ സിനഡിൽ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ എന്തിനാണ്? അതുകൊണ്ട് ഇത് സിനഡിൻ്റെ നല്ല ഫലങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവരികയില്ലേ എന്നൊക്കെ പരിശുദ്ധ പിതാവിനോട് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഇതേ ആ സിനഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുടെ വലിയ ദീർഘമായ ഒരു മാർഗരേഖ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് 1.5 വരി മാത്രമുള്ള വിഷയമാണ് ഈ കാര്യം. നിങ്ങളിപ്പോൾ ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അത് ശരിയായ വീക്ഷണമല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ കൂടെ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു, ആ ആമസോണിയ സിനഡിൽ എന്ത് ചർച്ച ചെയ്തോട്ടെ, പക്ഷെ ഞാൻ മാർപ്പാപ്പയായിരിക്കുന്ന കാലത്തോളം സഭയുടെ പൗരോഹിത്യ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള ഒരു നിലപാടിനും മാറ്റം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞു. അതായത് ജനം ഇന്ന വിഷയം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ചർച്ചാ വിഷയമാക്കി അതിനെ അച്ഛന്മാർക്കെല്ലാം വിവാഹം കഴിക്കാനുള്ള അവസരം കൊടുക്കാൻ പോകുന്നേ എന്ന മട്ടിൽ ആ ചർച്ചയെ കൊണ്ടുചെന്നെത്തിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമാണ്. വിവാഹിതർ പൗരോഹിത്യം സ്വീകരിക്കുന്നു എന്നുള്ളത് സഭയിലെ ഒരു പുതിയ വിഷയമല്ല. ഇതെന്തോ ഇതുവരെയും ഇല്ലാത്തൊരു കാര്യം ഇതാ ഇവിടെ വലിയ ഭൂകമ്പം സൃഷ്ടിക്കുന്നു എന്ന രീതിയിൽ ചർച്ചാ വിഷയമാക്കിയ മാധ്യമങ്ങളാണ് ഈ കാര്യത്തിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്ത ചോദ്യം ആരാണ്? മതബോധന ഗ്രന്ഥം 2390 സ്വേച്ഛാ സംഗമത്തെക്കുറിച്ച് പറയുന്നു. അതെന്താണെന്ന് വ്യക്തമാക്കി തരാമോ? പിതാവേ, ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ലിവിങ് ടുഗദർ, എക്സ്പെരിമെൻ്റൽ മാരേജ് എന്നിവ വിദേശ രാജ്യങ്ങളിൽ കോമൺ ആണല്ലോ. ഇതിനെ നമുക്ക് വ്യഭിചാരം എന്ന് മുദ്ര കുത്താൻ സാധിക്കുമോ? സ്വേച്ഛാ സംഗമം, അങ്ങനെയാണ് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അത് ടീച്ചർ ആ പേര് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞാനും അമ്പരന്നു, ഇതെന്താണ് ഈ പറയാൻ പോകുന്നത്? സ്വേച്ഛാ സംഗമം എന്ന് പറയുന്നത് അത് ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന വിവാഹ ഉടമ്പടി കൂടാതെ അല്ലെങ്കിൽ നൈയാമികമായ ബന്ധമില്ലാതെ തന്നെ 2 പേര് താൽക്കാലത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നിച്ച് താമസിക്കുന്നു. അതിലൂടെ മക്കളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ആ രീതിയിൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു 4-5 കൊല്ലം ഇങ്ങനെയൊക്കെ ജീവിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചറിഞ്ഞ് വെച്ചിട്ട് കല്യാണം കഴിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനെ കുറിച്ചാണ് സഭയുടെ നിലപാട് എന്ത് എന്ന് ചോദിക്കുക. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൂടിത്താമസം, അല്ലെങ്കിൽ പ്രത്യേക നൈയാമിക ബന്ധങ്ങളോ കൗദാശിക ഉടമ്പടിയോ കൂടാതെയുള്ള ദാമ്പത്യ ജീവിതം, ഇതിനെയാണ്
ഈ സ്വേച്ഛാ സംഗമം എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള ജീവിതശൈലി വ്യഭിചാരമാണോ എന്നാണ് സാറിൻ്റെ ചോദ്യം. യെസ്, ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയുടെ നിലപാട് എന്ന് പറയുന്നത് വിവാഹമെന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് സഭയുടെ നാമത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തുന്ന കൗദാശിക ഉടമ്പടിയാണ് വിവാഹം. മറ്റൊന്നിനെയും വിവാഹം എന്ന് വിളിക്കാൻ സഭ തയ്യാറല്ല. കൂടിത്താമസങ്ങളെ സഭ അതുകൊണ്ട് തന്നെ വ്യഭിചാരം എന്ന തിന്മയായിട്ട് തന്നെ മനസ്സിലാക്കും. അതായത് ഒരു വ്യക്തി വിവാഹ ഉടമ്പടിക്ക് വെളിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചാൽ അത് വ്യഭിചാരം എന്ന തിന്മയായി തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് സഭയുടെ നിയമം. അതുപോലെ തന്നെ പരീക്ഷണ വിവാഹങ്ങൾ, ഇത് വിവാഹം കഴിച്ചാൽ ശരിയാകുമോ എന്നറിയാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി 2-3 കൊല്ലം ഒന്നിച്ച് താമസിച്ചിട്ട് പിന്നെ വിവാഹം കഴിച്ചോളാം എന്ന വ്യവസ്ഥയിൽ അവർ ചെയ്താലും അവരുടെ വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള അവരുടെ ജീവിത വ്യാപാരത്തെ വ്യഭിചാരം ആയിട്ട് തന്നെയാണ് സഭ പരിഗണിക്കുന്നത്. അത് അത്തരം വ്യക്തികൾ കുമ്പസാരിച്ച് പാപമോചനം നേടാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നതാണ് സഭയുടെ നിലപാട്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, സഭയിൽ വിവാഹമോചനമില്ല, മറിച്ച് അസാധുവായി പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ടീച്ചറിൻ്റെ ചോദ്യം ഇത് ചുമ്മാ പേര് മാറ്റി പറയുന്നതെന്നല്ലേ ഉള്ളൂ, സംഗതി ഒന്ന് തന്നെയല്ലേ എന്നാണല്ലേ? അല്ല, കാരണം വിവാഹമോചനമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലം ഒന്നിച്ച് ജീവിച്ചു, ഇനി നമുക്കിനി ഒന്നിച്ച് ജീവിക്കേണ്ട, ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു പോകാൻ സഭയിൽ അനുവാദമില്ല. കാരണം എന്താണ്? അത് ദൈവീകമായ പ്രവൃത്തിയാണ്, ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. അതുകൊണ്ട് അത്തരം വിവാഹമോചനം സഭയിലില്ല. കാരണം സഭയുടെ വിശ്വാസമനുസരിച്ച് സാധുവായി പ്രഖ്യാപിക്കപ്പെട്ടതും അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതുമായ ഒരു വിവാഹം വേർപെടുത്താൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും മാർപ്പാപ്പായ്ക്ക് പോലും അധികാരമില്ല. ഇതാണ് സഭയുടെ പ്രബോധനം. ഇനി ടീച്ചറിൻ്റെ ചോദ്യം ഇതാണ്, ഇത് ചിലരെയൊക്കെ ഇങ്ങനെ പിരിച്ചു വിടുന്നുണ്ടല്ലോ. അപ്പോൾ പിരിച്ചു വിടുമ്പോൾ അത് അസാധുവാണെന്ന് പറയുന്നതേ ഉള്ളൂ. ഈ അസാധുവും മോചനവും എല്ലാം ഫലത്തിലൊന്ന് തന്നെയല്ലേ? ഫലത്തിലൊന്നായിരിക്കാം, രണ്ടുപേരും പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പ്രയോഗത്തിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി വിവാഹം കഴിക്കുന്ന അവസരത്തിൽ, ഈ വ്യക്തികൾ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വിവാഹം സാധുവായി സ്വീകരിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ പാലിക്കാതെയാണ് ഇവർ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ ആ വിവാഹം അസാധുവാണ് എന്ന്. ഇപ്പോഴല്ല അത് അസാധുവായത്, ആദ്യം മുതലേ അങ്ങനെയൊരു വിവാഹം നടന്നിട്ടില്ല എന്ന് സഭ അറിയിക്കുകയാണ് ചെയ്തത്. കാര്യം കല്യാണം കഴിഞ്ഞ് പിള്ളേരും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ സാധുവായൊരു വിവാഹം ഇവരുടെ ഇടയിൽ നടന്നിട്ടില്ല എന്ന് സഭ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം നടത്തുന്നു, അത് സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ്. പൂർണ്ണമായ അറിവോടെ വേണം വിവാഹത്തിൽ പ്രവേശിക്കാൻ എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായ അറിവില്ലാതെ, അറിവ് കൊടുക്കാതെ ഒരാൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് ഒരു നല്ല ജോലിയുള്ളൊരു പെണ്ണിന് കല്യാണാലോചന വന്നു. ചെറുക്കൻ അങ്ങ് അമേരിക്കയിൽ വലിയ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അതല്ല എങ്കിൽ അവിടെ വലിയ എൻജിനീയറാണ്, സോഫ്റ്റ്വെയർ എൻജിനീയറാണ് എന്ന് പറഞ്ഞ് കല്യാണാലോചന വന്നു. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ചെറുക്കൻ 10ാം ക്ലാസ് തോറ്റവനാണ്. 10ൽ തോറ്റവനാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആ പെണ്ണ് അവനെ കെട്ടുമായിരുന്നില്ല, അല്ലേ? അപ്പോൾ എന്താണ്? ആ കല്യാണം അവാസ്തവമാണ്, അസാധുവാണ്.
കാരണം എന്താണ്? ഒരു കല്യാണം വാസ്തവമായി തീരുന്നതിന് വേണ്ട പൂർണ്ണമായ അറിവ് ആ കല്യാണത്തെ സംബന്ധിച്ച് ദമ്പതികൾക്കില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നു? മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി മനോരോഗത്തിന് മരുന്ന് കഴിക്കുന്നതാണ്. മനോരോഗികൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ മനോരോഗിയായ ഒരു വ്യക്തി ആ കാര്യം മറച്ചു വെച്ച് കല്യാണം നടത്തി എന്ന് വിചാരിക്കുക, അത് തെറ്റാണ്. ആ കല്യാണത്തെക്കുറിച്ച് ജീവിത പങ്കാളി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നത്. അത് മറച്ചു വെച്ച് മനോരോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പങ്കാളിക്ക് ഇതറിഞ്ഞു കഴിയുമ്പോൾ ആവശ്യപ്പെടാം, ഇത് അസാധുവായി പ്രഖ്യാപിക്കണം. കാരണം എനിക്ക് പൂർണ്ണമായ അറിവ് വിവാഹ സമയത്ത് ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നും നമ്മൾക്ക് വാശി പിടിക്കാൻ പറ്റിയല്ല, അത് അസാധ്യമാണ് താൻ. പക്ഷേ ഒരു വിവാഹബന്ധത്തെ സാരമായി സ്വാധീനിക്കാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹബന്ധത്തിൽ പ്രവേശിച്ചത് എങ്കിൽ അത് അസാധുവായി പ്രഖ്യാപിക്കപ്പെടാവുന്നതാണ്. അതുകൊണ്ട് വിവാഹമോചനമില്ല, വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഫലത്തിൽ വേർപിരിയലാണ് എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 6ാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ദീപഗിരി സെൻറ് തോമസ് ഇടവകയിലെ മതാധ്യാപകർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.